കൊണ്ട് നമുക്ക് ആരംഭിക്കാം. മതിയാവും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാകുന്ന വിഷയങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാം ആവർത്തിപ്പാൻ നമുക്ക് സമയമില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചിന്ത പറഞ്ഞ് മുൻപോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അല്പം വിശദീകരണം നൽകേണ്ടതിൻ്റെ അതിന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആകയാൽ പ്രധാനമായിട്ട് ഈ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ആവർത്തിച്ചുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ തേജസ്, കഷ്ടത, തേജസ്, കഷ്ടത, ദ്രവത്വം. അതുപോലെ തന്നെ ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ദ്രവത്വം, ദാസ്യത്വം, മായ എന്നിങ്ങനെയൊക്കെ ഉള്ളതാകുന്ന പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കൊണ്ട് കഴിയുന്നുണ്ട്. പ്രധാനമായിട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സഫറിങ്സ് ആൻഡ് ഗ്ലോറി. കഷ്ടതയെക്കുറിച്ചും തേജസ്സിനെ കുറിച്ചുമാണ് ഈ വേദഭാഗം പ്രധാനമായി പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, 19 മുതൽ 22 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് സൃഷ്ടിയുടെ കഷ്ടതയെക്കുറിച്ചും സൃഷ്ടി അനുഭവിക്കാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചും പറയുന്നു. In that first paragraph, verses 19 to 22, it is about the sufferings of the creation and its glory. രണ്ടാമത് ദൈവമക്കളുടെ കഷ്ടതയെക്കുറിച്ചും ദൈവമക്കളുടെ തേജസ്സിനെ കുറിച്ചും പറയുന്നു. അതിന്റെ അടുത്ത വാക്യങ്ങൾ 23 മുതൽ 27 വരെയുള്ളതാകുന്ന വേദഭാഗത്ത്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് അത് വളരെ പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, കഷ്ടതയും തേജസ്സും എന്നുള്ളതാണ് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. കർത്താവിനെ കുറിച്ച് അതാണ് വായിക്കുന്നത്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും തന്റെ തേജസ്സിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ടതല്ലയോ? 1 പത്രോസ് 5:10 നമ്മൾ വായിക്കുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ദൈവം. നോക്ക്, അല്പകാലത്തേക്കുള്ള കഷ്ടം, എന്നാൽ നിത്യ തേജസ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സഫറിങ് ആൻഡ് ഗ്ലോറി, കഷ്ടതയും തേജസ്സും ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചേക്കുക, ദൈവം ചേർത്ത് വെച്ചേക്കുക. അത് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇത് വിശദീകരിച്ച രണ്ടാമത്തെ വിഷയം, ഇത് 2 കാലഘട്ടങ്ങളാണ്. ഈ കാലത്തിലെ കഷ്ടം, വരുവാനുള്ള തേജസ്. നോക്കുക, അപ്പോ ഈ കാലത്തെ പ്രധാനമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടതയോടാണ്. വെയിൽ ഓഫ് സോറോ എന്ന് ഭക്തന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണുനീർ താഴ്വര, ബാഖായിൻ താഴ്വര എന്നൊക്കെയാണ് ഭക്തന്മാര് അതിനെക്കുറിച്ച് വിളിച്ചേക്കുന്നത്. പഴയ കാലത്ത് ഒത്തിരി പാട്ടുകളൊക്കെ അതിനെക്കുറിച്ചുണ്ട്. ബാഖായിൻ താഴ്വര, ക്ഷീണിച്ചു പോകരുതേ, ബാഖായിൻ താഴ്വരെ ക്ഷീണിച്ചു പോകല്ലേ, ശ്രീയേശുനാഥ തുണയ്ക്കണേ എന്ന് വേണ്ട ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ വെയിൽ ഓഫ് സോറോ, വാലി ഓഫ് സോറോ, കഷ്ടതയുടെ കാലഘട്ടം. എന്നാൽ വരുവാനുള്ള കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, അതായത് നമ്മൾ ഈ ഭൂമിയിൽ കഷ്ടതയെന്ന് പറയുമ്പോൾ
നമ്മൾ ദൈവമക്കളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ കഷ്ടത അനുഭവിക്കുന്നു. ലോകത്തിന്റെ എതിർപ്പ്, ദൈവമക്കൾ എന്ന നിലയിലുള്ള നമ്മുടെ അസൗകര്യങ്ങൾ, അത് മാത്രമല്ല പകുതി മാത്രം രക്ഷിക്കപ്പെട്ട ഈ ഹാഫ് സേവ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ അവസ്ഥയിൽ നമുക്കുള്ള സകല സങ്കടങ്ങളും എല്ലാം കൂടെ ചേർത്താണ് ഇവിടെ കഷ്ടത എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ചയിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു. ക്രിസ്ത്യൻ സഫറിങ്ങിനെ എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്താ പറഞ്ഞേക്കുന്നത്. അപ്പോൾ every suffering that we have to go through as in our half saved condition. എന്നാൽ വരുവാനുള്ളതാകുന്ന തേജസ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, ഒന്ന്, നാം ആ തേജസ് കാണും. പിന്നെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ആ തേജസ്സിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാകുന്ന ഉറപ്പ് തരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല. ഇത്രമാത്രം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:2 ഒക്കെ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു, നാം എന്താകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. വി ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ് ഹൗ ഇറ്റ് വിൽ ബി. ഇറ്റ് വിൽ ബി ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മൾക്ക് ഇന്ന് ഈ ഭൂമിയിൽ വാക്കുകൾ കൊണ്ട് വിശദീകരിപ്പാൻ കഴിയുന്നതിനേക്കാളും അനുഗ്രഹീതമാകുന്ന അവസ്ഥയാണ് തേജസ്കരിക്കപ്പെട്ട അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. മൂന്നാമത് നമ്മൾ കാണുന്നു, ഈ രണ്ട് കാലങ്ങളെയും കമ്പയർ ചെയ്യാൻ ഒക്കുകയില്ല. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് വളരെ കെയർഫുള്ളായിട്ട്, വളരെ വ്യക്തമായിട്ട്, നന്നായി റീസൺ ചെയ്ത് തന്റെ സകല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ താൻ പറയുകയാണ്. ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, എത്ര വലിയ കഷ്ടതയുടെ ലിസ്റ്റുകൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം ചേർത്ത് പൗലോസ് പറയുന്നത് നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം, അത് ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 2 കൊരിന്ത്യർ 4:17 നമ്മൾ അത് വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. ഇത് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. രണ്ട് കാലഘട്ടങ്ങൾ, ഈ കഷ്ടതയുടെ കാലം, തേജസ് വരുവാനുള്ള കാലം. സ്തോത്രം. നാലാമതായിട്ട് നമ്മൾ കണ്ടു, ഈ രണ്ട് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ 18-19 ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു, ഇറ്റ് കൺസേൺ ബോത്ത് ഗോഡ്സ് ചിൽഡ്രൻ ആൻഡ് ഓൾസോ ഗോഡ്സ് ക്രിയേഷൻ. ദൈവമക്കളുടെ കഷ്ടതയും തേജസ്കരണവും മാത്രമല്ല, സൃഷ്ടിയുടെയും കഷ്ടതയും തേജസ്കരണവും. ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ അതിന്റെ 20 മുതൽ 22 വരെയുള്ളതാകുന്ന വാക്യങ്ങളില് പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാകുന്ന വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അല്പം വിശദമായിട്ട് പറഞ്ഞു. എങ്കിലും അല്പം വിശദീകരിച്ച് അങ്ങ് മുൻപോട്ട് പോകാം. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മളിവിടെ ഈ വേദഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാല് പൗലോസ് സൃഷ്ടിയോടുള്ള ബന്ധത്തില് സൃഷ്ടിയുടെ കഴിഞ്ഞ കാല അവസ്ഥയെക്കുറിച്ചും വരുവാനുള്ള കാലത്തെക്കുറിച്ചും ഇപ്പോൾ സൃഷ്ടി ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും പറയുന്നു. Paul is talking about the past and the future and also the present condition of God's creation. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു. ഒന്ന്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഇതിനെ പേഴ്സോണിഫൈ ചെയ്താണ് പൗലോസ് പറയുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സർവ്വ സൃഷ്ടിയും അതായത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്ലെസ്നെസ്, ഉദ്ദേശ നിവൃത്തി, അത് പൂർത്തീകരിപ്പാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് സൃഷ്ടി ആയിരിക്കുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ നല്ലത് എന്ന് കണ്ടു. അത് പാഴും ശൂന്യവുമായി തീർന്നതാണ്. എന്നാൽ നല്ല ആ സൃഷ്ടി വീണ്ടും ആദാമിന്റെ ആ
ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വീണ്ടും റിനോവേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം നല്ല അവസ്ഥയിൽ സൃഷ്ടിച്ചതാകുന്ന ആ സൃഷ്ടി മനുഷ്യന്റെ വീഴ്ച മുഖാന്തരം, മനുഷ്യൻ വീണുപോയി കഴിഞ്ഞപ്പം, മനുഷ്യൻ പാപത്തിൽ വീണു കഴിഞ്ഞപ്പോൾ സൃഷ്ടിയും പാപവും അതിൻ്റെ ഫലമായ ശാപങ്ങൾക്കും അധീനമായി സൃഷ്ടിയും തീർന്നു. അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യന്റെ ശരീരം അത് ബലഹീനമായി തീർന്നു, അവന്റെ ആത്മാവ് മൃതമായി തീർന്നു, അവന്റെ ദേഹി വഷളായി തീർന്നു. ഇതെല്ലാം സംഭവിച്ചു. അതുപോലെ തന്നെ ഭൂമിയിൽ മുള്ളും പറക്കാരെയും ഉണ്ടാകാൻ തുടങ്ങി. ഭൂമി അതിന്റെ ഫലം തരാതിരിക്കാൻ തുടങ്ങി. വളരെ അധ്വാനിച്ച് മല്ല് പിടിച്ചാൽ തന്നെയും വേണ്ട നിലയിൽ ഭൂമി ഫലം തരാത്ത അവസ്ഥയിലേക്ക് വന്നു. ഭൂമി ശാപത്തിന് അധീനമായി തീർന്നു. അങ്ങനെ ആ പർപ്പസ്ലെസ്നെസ്സിൽ, അതായത് ഏതുദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചോ ആ ഉദ്ദേശം നിർവഹിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ ഭൂമി ഞരങ്ങുകയാണെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ആ ചിന്തകൾ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ്, അങ്ങനെ ഞരങ്ങുന്നത് കൊണ്ടാണ് ദൈവപുത്രന്മാരുടെ ആ പ്രത്യക്ഷതയെ നോക്കി ആകാംക്ഷയോടെ ഇപ്പൊ സൃഷ്ടി ഇരിക്കുകയാണ്. നോക്കണം പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുവാൻ, മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവമക്കൾ ആരാണ് ഈ ഭൂമിയിലെന്ന് ഒന്ന് കാണാൻ, രണ്ട്, ദൈവമക്കളുടെ തേജസ് അതൊന്ന് അനുഭവിച്ച് ആ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ദ്രവത്വത്തിൽ നിന്നും ഡീകേ ആൻഡ് ഫ്രസ്ട്രേഷൻ, അതാണ് അവിടെ ഉപയോഗിച്ചേക്കുന്ന ദ്രവത്വം, അതുപോലെ ദാസ്യത്വം, മായ, ഇതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സർവ സൃഷ്ടിയും ഇന്നുവരെ ഈറ്റുനോവോടെ ഇരിക്കുന്നു. ഇനിയും ഈ സൃഷ്ടിയെ ദൈവം മനുഷ്യനെ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം അവനു വേണ്ടി ഉദ്ധാരണം ഒരുക്കിയതുപോലെ ഈ സൃഷ്ടിക്കും ദൈവം ഒരു ഉദ്ധാരണം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഉദ്ധാരണത്തിനു വേണ്ടി ആ ഒരു പ്രതീക്ഷയോടെ ഇന്ന് സൃഷ്ടി ഞരങ്ങുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഞരങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റുനോവോടെ ഇരിക്കുന്നു, ഗ്രോണിങ് ക്രിയേഷൻ. ഈറ്റുനോവ് എന്ന മലയാളത്തിലുള്ളതാകുന്ന ആ പരിഭാഷ വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒറിജിനൽ ലാംഗ്വേജിൽ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് എ ക്രൈ ഓഫ് ഡെസ്പയർ, അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ അവസ്ഥ ഇതായിപ്പോയല്ലോ എന്നുള്ള നിരാശത നിറഞ്ഞ ഒരു കരച്ചിലല്ല. നേരെ മറിച്ച് പൗലോസ് അതിനെ വിളിക്കുന്നത് ഈറ്റുനോവെന്നാ വിളിക്കുന്നത്. ഈറ്റുനോവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രസവ വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്പം കഴിയുമ്പോൾ യേശു പറഞ്ഞതുപോലെ ആ വേദന മറക്കത്തക്കതുപോലെ ഒരു സന്തോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പം ഇത് ഈറ്റുനോവിൽ കൂടെ കടന്നു പോകുക. ഈറ്റുനോവ യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഭൂകമ്പങ്ങൾ എന്ന് വേണ്ട പല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ ഇളക്കവും ഈ മറിച്ചിലും ഈ വലിയ സംഭവ വികാസങ്ങളും ഒക്കെ കേൾക്കുമ്പം മനുഷ്യരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്, നേരെ മറിച്ച് നമുക്ക് സന്തോഷമുണ്ടാകുകയാ വേണ്ടത്. കാരണം സൃഷ്ടിയും കാത്തിരിക്കുകയാ ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം.
അവർ പ്രാപിക്കും. ദാസ്യത്തിൽ നിന്നുള്ളതാകുന്ന വിടുതൽ ഉണ്ടാകും എന്നുള്ളതാകുന്ന ആ പ്രതീക്ഷയോടെ അവര് കാത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്ന അനേക വേദഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊന്ന് പറഞ്ഞു, എടുത്തൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. സൃഷ്ടിക്കുണ്ടാകുവാൻ പോകുന്ന ഉദ്ധാരണത്തെക്കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ഈ സൃഷ്ടിക്കുണ്ടാകുവാൻ പോകുന്ന ഉദ്ധാരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ചില വാക്യങ്ങൾ, ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചില വാക്യങ്ങളൊന്ന് വായിക്കാം. 102 സങ്കീർത്തനം അതിന്റെ 25 വാക്യം ഒന്ന് വായിച്ചിട്ട് മറ്റൊരാള് യെശയ്യാവ് 65:17 ഒന്ന് വായിക്കണം. യെസ്, വായിച്ചോ അത് തന്നെ. അവയോ നിലനിൽക്കും, അവ നശിക്കും. നോക്കുക, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, പക്ഷെ ഉടുപ്പ് പോലെ നീ അവയെ എന്ത് ചെയ്യും? മാറ്റും, വേറൊന്നുണ്ടാക്കുമെന്ന് സാരം. പ്രിയരെ, ഇത് ദൈവം ചെയ്യാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ചില മഹാകവികൾക്ക് പോലും ഈ വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കുമാരനാശാൻ ഒരിക്കൽ പാടി വീണപൂവെന്ന് പറയുന്ന ആ കാവ്യത്തിൽ ഒരു പദ്യശകലം ഇങ്ങനെയാണ്: യാതൊന്നിനുമില്ല നില ഉന്നതമായ കുന്നുമെന്നല്ല, ആഴിയുമൊരിക്കൽ നശിക്കുമോർത്താൽ. അത് കൃത്യമായും ദേവദോസത്തിൽ പറയുന്ന കാര്യമാണ്. ഈ സമുദ്രവും ഇനിയും ഇല്ല, ഇതിനെല്ലാം ഉടുപ്പ് പോലെ, പഴകിയതിനെ പോലെ നീ മാറ്റും, ഒരു പുതിയത് വരാൻ പോകുക. സ്തോത്രം. യെശയ്യാവ് 65:17, 66:22. യെസ്, നോക്കുക, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുൻപിലെത്തവ ആരും ഓർക്കുന്നില്ല. ഈ അടുത്ത വാക്യം കൂടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് മാത്രമല്ല, ഒരു പുതിയ യെരൂശലേമും ദൈവം സൃഷ്ടിക്കാൻ പോകുകയാണ്. ആകട്ടെ, 35:1 ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 35:1. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, അങ്ങനെ യഹോവയുടെ മഹത്വം ഈ സൃഷ്ടി ഇന്ന് വെളിപ്പെടുത്തുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു കാലം വരുന്നു. യെശയ്യാവ് 11:6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും എന്നൊക്കെ പറയുന്ന ആ വേദഭാഗം. യെശയ്യാവ് 11. നോക്കുക, ഇത് സംഭവിക്കാൻ പോകുകയാണ് ഭൂമിയുടെ ഉദ്ധാരണത്തെങ്കിൽ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പുതിയ നിയമത്തിലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞു മത്തായി 19:28 വാക്യത്തിൽ, പുനർജനനത്തിൽ, at the renewal of all things, renewal, പുനർജനനത്തിൽ. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ, അപ്പോസ്തല പ്രവൃത്തി 3:19-21 ഈ വാക്യങ്ങൾ, ദ റെസ്റ്റോറേഷൻ ഓഫ് ഓൾ തിങ്സ്, ആശ്വാസകാലങ്ങൾ. പിന്നെ അതിന്റെ 21 വാക്യത്തിൽ, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം. നോക്കുക, അപ്പൊ എല്ലാം യഥാസ്ഥാനത്ത് ആകാൻ പോകുന്ന ആ കാലത്തെ കുറിച്ച് പുതിയ നിയമം പറയുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നു 8:20, ലിബറേഷൻ, സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. എഫേസ്യർ 1:10, കൊലോസ്യർ 1:20 ഈ 2 വാക്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് പറഞ്ഞു പോയതാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. വെളിപ്പാട് പുസ്തകം 21-22 ഈ 2 അധ്യായങ്ങളിലും അത് നമ്മൾ വായിക്കുന്നുണ്ട്. 2 പത്രോസ് 3:13 നാം നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി കാത്തിരിക്കുന്നു. എബ്രായർ 12:26 മുതൽ, ആകയാൽ
ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ള, അതിന്റെ അവസാന ഭാഗം, നന്ദിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം. മോളി പറയുന്നു, ഞാൻ കടലിനെ ഇളക്കും, കരയെ ഇളക്കും, എല്ലാത്തിനെ ഇളക്കും. സ്തോത്രം. എന്നിട്ട് ഇളകാത്ത ഒരു രാജ്യം വരുന്നു എന്നുള്ളതാകുന്ന ആ ചിന്ത നമ്മൾ കാണുന്നു. നമ്മൾ അത് പറയുമ്പോൾ അതിന്റെ അല്പം ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നാം മനസ്സിലാക്കുന്നു ദൈവവചന പ്രകാരം. ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് ആ വിഷയം പറയുന്നില്ല. ഒന്ന്, കർത്താവിന്റെ വരവെങ്കിൽ വിശുദ്ധന്മാര്, ഈ ഭൂമിയിൽ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. പിന്നീടുള്ളതാകുന്ന കാലഘട്ടം ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ ഇടപാടാണ്, 7 വർഷങ്ങൾ. അതിന്റെ ശേഷം കർത്താവ് തന്റെ 1000 വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയെ വിധിപ്പാനായിട്ട് മടങ്ങി വരുന്ന, തേജസ്സോടെ മടങ്ങി വരുന്ന, മിന്നൽ ഒരു അറ്റം മുതൽ പ്രകാശിച്ച് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, അല്ലെങ്കിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ, അതുപോലെ എല്ലാവർക്കും കാണത്തക്കതുപോലെ തന്റെ വലിയ തേജസ്സിൽ കർത്താവ് പ്രത്യക്ഷമാകും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നാണ് ദൈവവചനം അതിനെ വിളിക്കുന്നത്. സ്തോത്രം. ഞാനിത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണ് എന്നതിന്റെ ചിന്തയില്. അതിന്റെ ശേഷം 1000 ആണ്ട് വാഴ്ച, ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് യെശയ്യാവിന്റെ പ്രവചനത്തിലൊക്കെ നമ്മൾ വായിച്ചതാകുന്ന ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും എന്നൊക്കെ പറയുന്ന എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരു ദോഷവും ചെയ്യുകയില്ല, ഭൂമി മുഴുവൻ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ആ കാലഘട്ടം അനുഗ്രഹീതമാകുന്ന 1000 ആണ്ട് വാഴ്ചക്കാലം. അതിന്റെ ശേഷം സംഭവിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളും, അതുപോലെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച നാം നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി കാത്തിരിക്കുന്നു. അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയഴിയും. ഒരു വലിയ റിനോവേഷൻ ഇവിടെ സംഭവിക്കും. അപ്പോൾ ഈ കാര്യം, സൃഷ്ടിക്ക് ഒരു ഉദ്ധാരണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മൾ ദൈവവചന പ്രകാരം മനസ്സിലാക്കുന്നു. ഇനിയും പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. 23 മുതൽ 27 വരെയുള്ള വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പെട്ടെന്ന് അത് ഓടിച്ചങ്ങ് പറഞ്ഞുപോയി. 23 മുതൽ 27 വരെയുള്ളതാകുന്ന ആ വേദഭാഗം മുകളിൽ പറഞ്ഞതിന് ഒരു സമാന്തരമായിട്ടാണ്, ഒരു പാരലായിട്ടാണ് ആ വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആദ്യം നമ്മൾ കണ്ടു, സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദ്രവത്വത്തിൽ നിന്നും, മായയിൽ നിന്നും, ദാസ്യത്വത്തിൽ നിന്നും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അതേസമയം സൃഷ്ടി എന്ത് ചെയ്യുകയും ചെയ്യുക? ഞരങ്ങുകയും ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ദൈവമക്കളുടെയും അവസ്ഥ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ അവസ്ഥ, ഇപ്പോഴുള്ള ഈ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു ഹാഫ് സേവ്ഡ് കണ്ടീഷനാ. പാപത്തിന്റെ ആ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പുതുതായി, സകലവും പുതുതായി. പക്ഷെങ്കിൽ പുതുതായി എങ്കിലും ഇപ്പോഴും വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ ശരീരത്തിൽ തന്നെ നമ്മളായിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് നമുക്ക് പ്രത്യാശയുള്ളപ്പോൾ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൃഷ്ടിയെ പോലെ തന്നെ നാമും ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ അവസ്ഥയെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്ന
പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 1, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ ലാംഗ്വേജിൽ ആ ട്രാൻസ്ലേഷനാണ് ഒന്നുകൂടെ കൃത്യതയുള്ളത്. ആത്മാവെന്ന ആദ്യ ദാനം എന്നതിനേക്കാളും ആത്മാവെന്ന ആദ്യ ഫലം എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ കൃത്യത. ഇവിടെ ആദ്യ ഫലം എന്ന് പറയുമ്പോൾ ഇത് പൗലോസ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമകാലത്തുള്ളതാകുന്ന ചില ഉത്സവങ്ങളെ കുറിച്ചൊക്കെയാ അവിടെ വിവക്ഷയുള്ളത്. വിശേഷിച്ച് പുറപ്പാട് പുസ്തകം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 22-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് വായിച്ചേ, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. കാരണം ഇതൊന്നും നമുക്ക് അത്ര ഫെമിലിയർ അല്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വായിച്ചങ്ങ് മുൻപോട്ട് പോകാം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. പുറപ്പാട് പുസ്തകം 34:22. നോക്കുക, ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിനെ വാരോത്സവമെന്നും ഫീസ്റ്റ് ഓഫ് വീക്സ് എന്നും ആഴ്ച പെരുന്നാളെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ സവിശേഷത അവരുടെ ഫലം വിളഞ്ഞ് ആദ്യത്തെ ഫലം, ഫസ്റ്റ് ക്രോപ്പ്, അവർ ദൈവസന്നിധാനത്തിലേക്ക് കൊണ്ടുവരും. ആ ഫസ്റ്റ് ക്രോപ്പ് ദൈവസന്നിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു വലിയ കൊയ്ത്ത് ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ വാരോത്സവം. നോക്കുക, ഇനിയും ഒരു കൊയ്ത്ത് വരാൻ പോകാം എന്ന ആദ്യ ഫലമായത്. ഈ വാരോത്സവത്തിന് ഗ്രീക്കിൽ പറയുന്ന പേരാണ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്ത് പെരുന്നാളെന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി ഇത് തന്നെയാ. വാരോത്സവമാണ്, ആഴ്ച പെരുന്നാളാ. നോക്കുക, അപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാള് എന്നൊക്കെ വിളിക്കുന്ന ഈ കാര്യത്തെ ഒരു അഗ്രികൾച്ചറൽ മെറ്റഫർ പൗലോസ് മനസ്സിൽ വെച്ചുകൊണ്ട് പറയുക. ആദ്യ ഫലം, ആദ്യ ദാനം. ഇനി അത് മാത്രമല്ല, മറ്റ് വേദഭാഗങ്ങളിൽ 2 കൊരിന്ത്യർ 1:22 ഈ വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. 2 കൊരിന്ത്യർ 1:22, 5:5, എഫേസ്യർ 1:14. 2 കൊരിന്ത്യർ 1:22. നോക്കുക, അപ്പോൾ ആദ്യം ഒരു അഗ്രികൾച്ചറൽ മെറ്റഫർ പൗലോസ് ഇവിടെ റോമാലേഖനത്തിൽ പറഞ്ഞേക്കുന്ന, കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് ഒരു വ്യവസായികമാകുന്ന ഒരു മെറ്റഫറ, ഒരു ഉപമയ അല്ലെങ്കിൽ ഒരു രൂപകമാ പറഞ്ഞേക്കുന്നത്. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. 5:5, 2 കൊരിന്ത്യർ 5:5. നോക്കുക, ആത്മാവിനെ അച്ചാരമായിട്ട് തന്നു. ഡൗൺ പേയ്മെന്റ് ആത്മാവിനെ അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തന്നു. എഫേസ്യർ 1:14 അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. ആദ്യ ഫലം കിട്ടി, ആദ്യ ദാനം കിട്ടി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിളവെടുപ്പ് പുറകെയുണ്ട്. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫിലിപ്പിയയിൽ കഷ്ടമുണ്ട്, ഫിലിപ്പിയയിൽ ദുഃഖമുണ്ട്, ഫിലിപ്പിയയിലുള്ളവര് തമ്മിൽ പോരിന് വിളിച്ചും പ്രശ്നങ്ങളും ഒരുവനേക്കാൾ വലിയവനാണെന്നും അഹംഭാവവും ഇതെല്ലാം അവിടെയുണ്ട്. പക്ഷെങ്കിൽ പൗലോസിന് ഒരു കാര്യം അറിയാം, ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ്, കർത്താവ് ഒരു പ്രവൃത്തി തുടങ്ങിയോ അത് അവിടുത്തെ നാളോളം തികയ്ക്കുവാൻ അവിടുന്ന് വിശ്വസ്തന. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ കൃപയാല, സ്വർഗത്തിൽ ചെല്ലാൻ പോകുന്നതും ആ കൃപയാലാണെന്നുള്ളതും മറന്നു പോകരുത്.
ആത്മാവെന്ന ആദ്യ ഫലം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. സ്തോത്രം. ഒന്നാമത്തെ കാര്യം. 2, അങ്ങനെ ആദ്യ ഫലം നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവ് ഹൃദയങ്ങളിലുണ്ടെങ്കിലും ശരീരം എന്താ? ബലഹീനമാ. പാപം നിമിത്തം രോഗത്തിന് അധീനമാ. ഒത്തിരി പ്രശ്നങ്ങൾ ഈ ശരീരത്തിലുണ്ട്. ഈ ശരീരത്തിൽ ഞരങ്ങിക്കൊണ്ട് എന്താ പൗലോസ് അർത്ഥമാക്കുന്നത്? അത് മറ്റൊന്നുമല്ല, സൃഷ്ടിയുടേതുപോലെ തന്നെയാ. സൃഷ്ടിയെ എന്തിനു വേണ്ടി ദൈവം ഒരുക്കിയോ അത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നമാണ്. ഇവിടെയും നമ്മുടെ പ്രശ്നം അത് തന്നെയാ. എന്റെ ശരീരത്തിൽ കൂടെ ദൈവത്തിന് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ പാപപ്രകൃതം നിമിത്തം എനിക്ക് കഴിയുന്നില്ല. അതൊന്ന്. 2, ഈ ശരീരം രോഗവും ദുഃഖവും പ്രശ്നങ്ങളുമുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞരങ്ങുന്നത്. മാത്രമല്ല, നമ്മുടെ പാപപ്രകൃതം ഒന്ന് നശിച്ചിട്ട് നമ്മളൊന്ന് വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ എന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. മനോഹരമാകുന്ന ഒരു ഗാനമുണ്ടല്ലോ, ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. അതിനകത്ത് ഇംഗ്ലീഷിൽ അതിന്റെ ലാസ്റ്റ് ലൈന് ഒന്നുകൂടെ വ്യക്തമാകുന്ന ആശയമാണ് മലയാളത്തിൽ ഇതിനേക്കാളും നൽകുന്നത്. അതായത് കുഞ്ഞാടിൻ വിലയേറിയ രക്തം വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തേക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: till all the ransomed church of God be saved to sin no more. Till all the ransomed church of God be saved to sin no more. കുഞ്ഞാടിന്റെ ആ വിലയേറിയ രക്തത്തിന്റെ ആ ശക്തി നശിക്കുകയില്ല. അതെപ്പോഴും ശക്തിയുണ്ട്. എന്നുവരെ ഉണ്ടെന്നറിയാമോ? നാം എല്ലാം സമ്പൂർണമായി ഈ പാപപ്രകൃതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനിയും പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത് വരെയും യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുക. അപ്പൊ ഇതെല്ലാം ഓർക്കുമ്പോൾ പ്രത്യാശയോടെ നോക്കി പാർക്കുകയാ. ആത്മാവിന്റെ സന്തോഷം ഹൃദയത്തിലുണ്ട്. എങ്കിലും ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതുപോലെ പ്രസാദിപ്പിക്കാനും ദൈവമേ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ആത്മാർത്ഥതയുള്ള ഒരു ദൈവ പൈതൽ ഓരോ ദിവസവും ദൈവത്തോട് പറയും. ആത്മാർത്ഥതയുള്ള, വീണ്ടും ജനിച്ച, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന, ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അതെപ്പോഴും പറയും, ദൈവമേ ഞാൻ ഇച്ഛിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഹാവ് മെർസി ഓൺ മീ എ സിന്നർ. ഹല്ലേലൂയ. എന്നോട് കരുണ തോന്നണമേ. ഈ ഞരക്കം വിശുദ്ധന്മാർക്കുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ഞരങ്ങുമ്പോൾ തന്നെ നാം എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം പ്രാപിക്കുമെന്ന് നാം കാത്തിരിക്കുകയാ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ എന്താകാൻ പോകുന്നു എന്നുള്ളത് ദൈവവചനം ചില തെളിവുകളൊക്കെ തരുന്നുണ്ട്. 29-ാമത്തെ വാക്യം വായിച്ചാൽ, അവൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവിടെ അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇത് കാത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന പുത്രത്വം,
ഈ ഹാഫ് സേവ്ഡ് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞല്ലോ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാകുന്ന അപ്രതീക്ഷ, അപ്രത്യാശ നമുക്കുണ്ട്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻ ദിസ് ഹോപ്പ് വി ആർ സേവ്ഡ്. അങ്ങനെയാ പറയുന്നത്, ഇൻ ദിസ് ഹോപ്പ് വി ആർ സേവ്ഡ്. ഈ പ്രത്യാശയാലാ നമ്മളെ രക്ഷിച്ചേക്കുന്നത്. സൃഷ്ടിയുടെ കാര്യത്തിലും അത് തന്നെയാ. സൃഷ്ടിയെ മായയ്ക്ക് കീഴ്പ്പെടുത്തി ഏത് പ്രത്യാശയില്ല, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന പ്രത്യാശയിൽ മായക്കത് കീഴ്പ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ദൈവമക്കളാകുന്ന നാമും തേജസ് പ്രാപിക്കും എന്നുള്ളതാകുന്ന ആ പ്രത്യാശയിലായി ഇപ്പം നമ്മൾ തുടരുന്നത്. സ്തോത്രം. ഈ പ്രത്യാശയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടേക്കുന്നത്. നമ്മൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. എന്നാൽ വരുവാനുള്ള കോപത്തിൽ നിന്നും ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. ദൈവമക്കളെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം എത്രയധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇനിയും നമ്മുടെ പുത്രത്വം, ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം നമ്മൾ പ്രാപിക്കും. ഈ പ്രത്യാശയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അടുത്ത വാക്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, വി വെയിറ്റ്, നമ്മൾ കാത്തിരിക്കുന്നു. 2, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇത് രണ്ടും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര അബദ്ധങ്ങൾ വരും. ഞാൻ പെട്ടെന്ന് പറയാം, അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നു. ഒന്ന്, നമ്മൾ കാത്തിരിക്കുകയാണ്, ഭയങ്കര താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. ആ താല്പര്യം അങ്ങ് വർദ്ധിച്ചിട്ട് ചിലർക്ക് ബാലൻസ് തെറ്റി അബദ്ധത്തിൽ ചെന്നുപെട്ടിട്ടുണ്ട്. എന്നാൽ ബാലൻസ് തെറ്റാതിരിക്കാൻ ദൈവം വേറൊരു കാര്യം കൂടെ അതിന്റെ കൂടെ ചേർത്തു. എന്താണെന്നറിയാമോ? ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ബാലൻസ് തെറ്റി ഓടുന്നവരുടെ വിഷയം എന്നാണെന്നറിയാമോ? അവർ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതായത് ക്ഷമ എന്ന കാര്യം ബാലൻസ് ചെയ്യാത്തത് കൊണ്ട് അവര് പറയുന്നത് എന്നാന്നറിയാമോ? അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലുള്ളതാ യുസ്തൂസ് ജോസഫ് എന്നൊക്കെ പറയുന്നയാള്. കർത്താവ് വരുന്നു എന്നൊക്കെ പറഞ്ഞു, ഒടുവിൽ കർത്താവ് വന്നില്ല. അണ്ടർസ്റ്റാൻഡബിളി ഈ ശരീരത്തിന്റെ ഞരക്കവും ഈ പ്രയാസങ്ങളും ഈ പീഡയൊക്കെ സഹിച്ചപ്പം ആ പരമാർത്ഥിയാകുന്ന ദൈവ പൈതൽ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, വാസ്തവത്തിൽ നമ്മളെ പോലെ ആഗ്രഹിച്ചു. പക്ഷെ എവിടെ ഒരു മിസ്ഗൈഡൻസ് പറ്റി. ദൈവവചനം കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇന്ന് ഒത്തിരി പേരുണ്ട് പരമാർത്ഥികളാ, അതിനൊരു സംശയവുമില്ല. അവര് പരമാർത്ഥികളാ. ഇതിൽ നിന്നൊന്ന് രക്ഷ നേടണമേ, ഈ രോഗവും ഈ ദുഃഖവും ഈ കഷ്ടതയെന്നും ഒക്കെ ഒന്ന് രക്ഷ നേടണം, എന്റെ ആഗ്രഹം, എന്റെ കർത്താവ് വരണം എന്നുള്ള ആഗ്രഹം തന്നെയാ. പക്ഷെ പ്രശ്നം എന്നാ പറ്റി എന്നറിയാമോ? അവരിപ്പോ ജീവിക്കുന്നത് കർത്താവ് വന്നതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ള വാസ്തവം മനസ്സിലാക്കാതെ ആത്മാവ് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നെന്നുള്ള ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും രോഗമില്ല, ദുഃഖമില്ല, പ്രശ്നങ്ങളില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനല്ല പറയുന്നത്. അവർ പരമാർത്ഥികളാ, സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ ദേ ആർ സിൻസിയർലി മിസ്റ്റേക്കൺ. പരമാർത്ഥമായി തെറ്റിപ്പോയവരാ അവരെ ദൈവവചനം കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. അതുകൊണ്ടാണ് ഒത്തിരി അബദ്ധങ്ങൾ. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളാ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ
അവരുടെ വിശ്വാസത്തിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. യുസ്തൂസ് ജോസഫിന് അത് തന്നെയാ പറ്റിയത്. ഒടുവിൽ പിന്മാറിപ്പോയി, നിരാശയായി. ആ കാന്ത താമസം എന്തഹോ എന്നുള്ളതാകുന്ന ആ പാട്ട്, നമ്മൾ അതിന്റെ വരികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യാശയെക്കാളും നിരാശയെ അതിനകത്ത് കൂടുതലുള്ളത്. പറയുന്നത്, അയ്യോ പിശാച് പഴി പറയുന്നു, ലോകകാര്യങ്ങളെ പഴി പറയുന്നു, ഞങ്ങള് ഇതൊക്കെ പ്രതീക്ഷിച്ചു, നീ വന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിരിക്കണം. ഒന്ന്, ക്ഷമയുണ്ട്. ക്ഷമ മാത്രമല്ല, ക്ഷമയുണ്ടെന്ന് പറഞ്ഞ് അത് ഈ അബദ്ധം നമ്മൾ ഒഴിവാക്കണം. ഇന്ന് നമുക്ക് പറ്റേക്കുന്നത് ഇതാ, ചിലരെ മുൻപോട്ട് തല്ലും പിശാച്, ചിലരെ പുറകോട്ട് വലിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കണേ. നമുക്ക് പറ്റേക്കുന്നത് ആസ്തോ, കർത്താവ് ഈ നിയർ ഫ്യൂച്ചറിൽ ഒന്നും വരാൻ പോകുന്നില്ല എന്ന ചിന്തയിലാണ് പലരും ജീവിക്കുന്നത്. ഇന്നല്ല നാളെ ശരിയാക്കാം, നാളെ മാനസാന്തരപ്പെടാം, നാളെ പുസ്തകം പഠിക്കാം, ഇനി സമയമുണ്ട് എന്ന ചിന്തയിലാ. തെറ്റി. കർത്താവ് ഇന്ന് രാത്രി വേണേലും വരാം. ഈ പ്രത്യാശ നമുക്കുണ്ടാകണം. ആ പ്രത്യാശ വരുമ്പോഴാണ് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നത്. കർത്താവ് വരുന്നു. ആദിമ കാലഘട്ടത്തിലെ ആ വിശുദ്ധന്മാര് കഷ്ടതയുടെ നടുവിൽ അവരെങ്ങനെയാ നിലനിർത്തുന്നത്? അവർക്ക് ഒരു വാച്ച് വേർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, മറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. ഈ കഷ്ടവും ഈ സങ്കടവും ഈ ബുദ്ധിമുട്ടും കുറച്ചു കാലമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് വരാൻ പോകുകയാ. ഹല്ലേലൂയ. നോക്കുക, ക്ഷമയോടെ കാത്തിരിക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇത് വളരെ വ്യക്തതയോടെ ദൈവജനം മനസ്സിലാക്കണം. സ്തോത്രം. അങ്ങനെ നാം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ 26ഉം 27ഉം വാക്യങ്ങൾ ഭയങ്കര എൻകറേജ്മെന്റാ നമുക്ക്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും ചിന്തിച്ച കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മുടെ ഹാഫ് സേവ്ഡ് കണ്ടീഷനിൽ ഞരക്കത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം കണ്ടു സൃഷ്ടി ഞരങ്ങുന്നു, ദൈവമക്കൾ ഞരങ്ങുന്നു. ഇനി മൂന്നാമത് നമ്മൾ കാണാൻ പോകുന്നത് ആത്മാവും ഞരങ്ങുന്നു. അയ്യോ, സൃഷ്ടി ഞരങ്ങുന്നു, ദൈവമക്കൾ ഞരങ്ങുന്നു. ഇനിയും പൗലോസ് പറയാൻ പോകുന്ന അടുത്ത കാര്യം ആത്മാവും ഞരങ്ങുന്നു. സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. ഇവിടെ ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന അനുഗ്രഹീതമാകുന്ന മറ്റൊരു ശുശ്രൂഷയുടെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. നമുക്ക് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു, രണ്ട് അന്യഭാഷ പറഞ്ഞ് അതോടുകൂടെ തീർന്നു. അങ്ങനെയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ. എൻ്റെ പ്രിയരെ, സാക്ഷാൽ ദൈവം തമ്പുരാനെ, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ ഒരു ഭാഷ കൊണ്ട് കെട്ടരുതേ. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ ഒരു രോഗസൗഖ്യമെന്ന് പറയുന്ന വരത്തിൽ കൊണ്ട് കെട്ടരുതേ. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് സമ്പൂർണമായും ദൈവമാണ് എന്ന ബോധ്യത്തിലായിരിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കേണ്ടത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ വലിയ നമുക്ക് ആ വലിയ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ചൊൽപ്പടിക്ക് വിളിക്കാനും പരിശുദ്ധാത്മാവെ വാ, പരിശുദ്ധാത്മാവെ പോ, ഗുഡ് നൈറ്റ് പരിശുദ്ധാത്മാവെ, ഗുഡ് മോർണിംഗ് പരിശുദ്ധാത്മാവെ, ഇതൊന്നും പറയാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞവരൊക്കെ എവിടാണെന്ന് നമുക്കിന്നറിയാം. അവിടെ അവർക്ക് പറ്റിയ പിഴവ് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്താ? നമ്മൾ ഈ 8-ാം അധ്യായം മാത്രം ഒന്ന് എടുത്തേ. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നമ്മെ ന്യായപ്രമാണത്തിൽ നിന്ന് മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമ്മളെ ജീവന്റെ ആത്മാവ് ക്രിസ്തുവേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. 4-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ കണ്ടു, ഈ പരിശുദ്ധാത്മാവ് ആ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിപ്പാൻ നമുക്ക് ശക്തി തരുന്നു, പ്രാപ്തി തരുന്നു. അതിന്റെ 5-ാമത്തെ വാക്യത്തില് നമ്മൾ കണ്ടതാകുന്ന വിഷയം നമ്മൾ മറന്നു പോകരുത്.
അപ്പോൾ ഒന്നാമത്തെ ആ ഭാഗത്ത് നമ്മൾ കണ്ടു, ഈ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിന്റെ ആ നീതിയെ നിവർത്തിപ്പാൻ നമ്മളെ സഹായിക്കുന്നു. അതിന്റെ 9 മുതൽ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, അതായത് ഈ വീഴ്ച വന്നതാകുന്ന നമ്മുടെ പാപപ്രകൃതത്തിന്മേൽ ജയകരമായി ജീവിപ്പാൻ അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ ജീവിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. അതിന്റെ 14 മുതൽ 17 വരെ ഉള്ളതാകുന്ന വാക്യത്തിൽ നമ്മൾ കണ്ടു, നമ്മൾ ദൈവ കുടുംബത്തിൽ ദത്തെടുക്കപ്പെട്ടവരാണെന്നും ആ ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 18 മുതൽ 23 വരെയുള്ളതാകുന്ന വാക്യത്തിൽ നമ്മൾ കണ്ടു, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ 26 മുതൽ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് അബ്ബാ പിതാവേ എന്ന് പിതാവിനെ വിളിക്കാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു. ഞാനൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ. യഥാർത്ഥത്തില് ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ട്രിനിറ്റേറിയൻ സ്ട്രക്ചർ ഉണ്ട്. ത്രിയേക ദൈവത്തിന്റെ ആ മഹനീയത നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 2:18, എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 18, അവനാൽ ഏകാത്മാവിനാൽ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശനം ഉണ്ട്. നോക്കുക, അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് വാസ്തവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുത്രന്റെ നാമത്തിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ. ഇനിയും മറ്റൊന്നുകൂടെ പറയാം, ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു, സ്വർഗത്തിൽ പിതാവിന്റെ വലത് ഭാഗത്ത് പുത്രൻ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് നമ്മുടേത്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കുന്നു, സ്വർഗത്തിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ പുത്രനും നമുക്ക് വേണ്ടി തുണ നിൽക്കുകയാണ്, നമുക്ക് വേണ്ടി അവിടുന്ന് ജാഗരിക്കുകയാണ്. അങ്ങനെ ഈ പ്രത്യേക അവസ്ഥയിൽ പൗലോസ് പറയുന്നത്, അതായത് അതിന്റെ 26-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞതിനോട് ചേർത്ത് ബന്ധപ്പെടുത്തി വേണം നമ്മളത് കാണാം. ഔവണ്ണം തന്നെ, ഇൻ ദ സെയിം വേ. ഇൻ ദ സെയിം വേ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞേക്കുന്നത് പോലെ. എന്താ മുകളിൽ പറഞ്ഞേക്കുന്നത്? മുകളിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊണ്ട്, പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് നമ്മൾ ഉള്ളിൽ ഞരങ്ങുന്നു. അങ്ങനെ ഞരങ്ങുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിലനിർത്തുന്നു. നിലനിർത്തുമ്പോൾ ഒരു പ്രത്യാശ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലനിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ അവണ്ണം തന്നെ ക്രിസ്തീയ പ്രത്യാശ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് നമ്മെ നിലനിർത്തുന്നത് പോലെ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ആസ് ദ ഹോപ്പ്, ദ ക്രിസ്ത്യൻ ഹോപ്പ് sustains a child of God, so does the Holy Spirit in our weakness. അതാണ് അതിന്റെ അർത്ഥം. ഇത് 2 നിലയിൽ പൗലോസ് അവിടെ പറയുന്നു. ഒന്ന്, പൊതുവായിട്ട്, ഇൻ ജനറൽ പൊതുവായിട്ട് പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ബലഹീനത എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യം? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ഹാഫ് സേവ്ഡ് കണ്ടീഷൻ, നമ്മുടെ പകുതി മാത്രം രക്ഷിക്കപ്പെട്ട ഈ അവസ്ഥയിൽ നമ്മൾ ഞരങ്ങിക്കൊണ്ട് ഇരിക്കുകയാ. നമുക്ക് കർത്താവ് പലപ്പോഴും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, വേണ്ടുന്നതുപോലെ ജീവിപ്പാനൊന്നും കഴിയുന്നില്ലല്ലോ എന്നുള്ള ബോധ്യവും തിരിച്ചറിവും നമ്മുടെ ഹൃദയത്തിലുണ്ട്.
ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമുക്ക് ആശ്വാസം തരികയാ. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് അവന്റെ ജീവിതത്തിൽ വീഴ്ചയും പാപവും ഇല്ലെന്നല്ല, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വന്ന് അവനൊരു സന്തോഷവും അവനൊരു സമാധാനവുമുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, യേശുവിന്റെ രക്തത്താൽ അവന് ക്ലെൻസിങ് കിട്ടുമ്പോൾ ഉള്ളിലൊരു സമാധാനം. എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചല്ലോ, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ എൻ്റെ പൊന്നപ്പച്ചൻ എന്നോട് കരുണ തോന്നിയല്ലോ എന്നോർക്കുമ്പോൾ ഒരു വലിയ സമാധാനം നമ്മളെ ഭരിക്കുകയാണ്. അവണ്ണം തന്നെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അവരുടെ ബലഹീനത, ഒന്ന് അവരുടെ ജനറൽ വീക്ക്നെസ്, രണ്ട് പൊതുവായിട്ട് പറയുന്നത് മാത്രമല്ല, പ്രത്യേകമായിട്ടൊരു കാര്യം പൗലോസോട് പറയുക, പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, എന്നാ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈ ഹാഫ് സേവ്ഡ് കണ്ടീഷനിൽ കർത്താവേ എനിക്കിതിൽ നിന്നൊരു, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ലേ, അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ അങ്ങ് മരിച്ചായിരുന്നേല് സ്വർഗസന്നിധാനത്തില് ചേർന്നേന്. പൗലോസ് ഒരിക്കൽ അത് പറഞ്ഞു. പൗലോസ്, ഞാനൊന്ന് ആ നിലയിലല്ല പറഞ്ഞത്, മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. എങ്കിലും ഏകദേശം ഞാൻ ഈ പറയുന്ന ചിന്ത മനസ്സിലാകാൻ വേണ്ടി ഫിലിപ്പി ലേഖനം 1:23 താൻ പറയുന്നത് ഇങ്ങനെയാ: സ്തോത്രം, എന്നോ തെരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയത്തില്ല, രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. എന്നാ ചെയ്യേണ്ടത്? നിങ്ങളെ, ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരെ ഓർക്കും, കുറെ കാലം കൂടെ ജഡത്തിലിരുന്ന് അവരോട് ചില ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് നർച്ചർ ചെയ്ത് കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് ഓർക്കും. എന്നാൽ നിത്യതയും ആ സന്തോഷം ഓർക്കുമ്പം, കർത്താവിനോടുള്ള ഇനിയും പിരിഞ്ഞു പോകാത്ത ആ കൂട്ടായ്മ ബന്ധത്തെ കുറിച്ച്, ഈ ശരീരത്തിന്റെ ഈ പാപപ്രകൃതത്തിന്റെ തടസ്സമില്ലാത്ത ആ സമ്പൂർണമാകുന്ന കൂട്ടായ്മ ബന്ധത്തെ കുറിച്ച് താൻ ഓർക്കുമ്പോ, അയ്യോ അത് മതിയായിരുന്നു, ഏത് തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ അറിയുന്നില്ല. ബിറ്റ്വീൻ ദ ഓൾറെഡി ആൻഡ് നോട്ട് എറ്റ്, ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്തതും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാക്കുകളില്ലാതെ, ഉച്ചാരണമില്ലാത്ത ഞരക്കങ്ങളാൽ, അതെത്ര അനുഗ്രഹീതമാകുന്ന അനുഭവമാ. സ്തോത്രം. നമ്മൾ ദൈവസന്നിധാനത്തില് വെറുതെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ അല്പസമയം മൗനമായിട്ട് ദൈവകൃപയെ ഒന്ന് ചിന്തിച്ച് നമ്മൾ അല്പസമയം ഒന്നിരിക്കണം. ചിലപ്പോൾ വാക്കുകൾ ഉണ്ടാകത്തില്ല. സ്തോത്രം. വാക്കുകൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, വാക്ക് പറയാനേ തോന്നത്തില്ല. ഉള്ളിൽ വലിയ സന്തോഷം, പുറത്ത് തേങ്ങലാണേലും ഉള്ളിൽ അവാച്യമാകുന്ന സന്തോഷം. വാക്കില്ല. മണിക്കൂറുകൾ ചിലപ്പം ദൈവസന്നിധാനത്തിൽ അങ്ങനെ കഴിയാൻ നമുക്ക് കഴിയും. പൗലോസ് പറയുകയാണ്, ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആത്മാവും എന്ത് ചെയ്യുക? ഞരങ്ങുന്നു എന്ന് പൗലോസ് പറയുന്നു. അയ്യോ, എനിക്കത് ഭയങ്കര സന്തോഷം നൽകി. കാരണം എന്തെന്നറിയാമോ? സൃഷ്ടി ഞരങ്ങുന്നത് എന്തിനാണെന്ന് പൗലോസ് പറഞ്ഞു. സൃഷ്ടി ഞരങ്ങുന്നത് ഇപ്പൊ മായയ്ക്ക് കീഴ്പ്പെട്ടേക്കുന്നത് കൊണ്ടാ. അയ്യോ, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം, മുൻപോട്ട് നോക്കി പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളും ഞരങ്ങുന്നത് ഏകദേശം അതുപോലെ തന്നെയാ. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ ഹാഫ് സേവ്ഡ് കണ്ടീഷനില് ഞരങ്ങി ഇങ്ങനെ തുടരുകയാ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്തിനാ ഞരങ്ങുന്നത്? പരിശുദ്ധാത്മാവ് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പിന്നെയോ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയാം. സമ്പൂർണനാകുന്ന ദൈവമാകുന്ന പരിശുദ്ധയാത്മാവ് നമ്മോട്
ഏകീഭവിച്ച് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഞരക്കത്തിൽ പങ്കാളിയാകുവാൻ തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നെന്നോർക്കുമ്പോൾ നാം എത്രയധികം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്കു വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. സ്തോത്രം. നോക്കുക, ഗ്രോണിംഗ് ക്രിയേഷൻ, ഗ്രോണിംഗ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് ഗ്രോണിംഗ് ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ പ്രാർത്ഥിപ്പാനും ദൈവഹിതം ആഗ്രഹിക്കുന്നതും ആത്മനിറവിൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ആത്മാവിനാൽ നയിക്കപ്പെട്ടവരല്ല. സ്വാർത്ഥ ലക്ഷ്യങ്ങളും സ്വാർത്ഥ ചിന്തയും മാത്രം എപ്പോഴും പ്രാർത്ഥനയിൽ ഉരുവിട്ടോണ്ടിരിക്കുന്നവർ ഒരിക്കലും ആത്മാവിനാൽ നയിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കരുത്. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്കു വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അങ്ങനെ സ്വർഗത്തിൽ കേട്ട് നമുക്ക് ഉത്തരമരുളുന്നു. അതുകൊണ്ടാണ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതല്ലേ പൗലോസ് ശ്ലീഹ എഫേസിലെ, ഞാൻ അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത ആ ഘട്ടത്തിലേക്ക് കടക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ല, അതുകൊണ്ട് നമ്മൾ കടക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് എഫേസ് ലേഖനം അതിന്റെ 19-20 വാക്യങ്ങളിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുന്നവന് എന്നേക്കും ക്രിസ്തുവേശുവിൽ സഭയിൽ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്താണ് നാം ചോദിക്കുക, നനയ്ക്കുക, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്? അയ്യോ, ഇന്ന് നമുക്ക് ചോദിക്കുക, നനയ്ക്കുക, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണാങ്കട്ടയുടെ കാര്യമൊക്കെയാ ഹൃദയത്തിൽ ആദ്യം വരുന്നത്. എന്നാ പൗലോസ് അതല്ല പറഞ്ഞത്. ആ ഭാഗം ഒന്ന് എടുത്തേ, ഞാൻ അവിടം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എഫേസ് ലേഖനത്തില് ചോദിക്കുക, നനയ്ക്കുക, ആഗ്രഹിക്കുക, എന്താ പൗലോസ് പറഞ്ഞേക്കുന്നത്? 20-21 വാക്യങ്ങളിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇത് ഒരു പ്രാർത്ഥനയുടെ അവസാന വാചകമാണ്. നമ്മൾ പറയാറില്ലേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, 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 ആമേൻ. ആ ഒരു പ്രാർത്ഥനയുടെ അവസാന വാചകമാണിത്. കർത്താവേ, നിനക്ക് സ്തോത്രം, ആമേൻ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ആർക്ക്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവന്. എന്താ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എന്ന് പൗലോസ് പറഞ്ഞത്? അതിന്റെ 14 മുതൽ ആ പ്രാർത്ഥന തുടങ്ങിയേക്കുന്നത്. അതാണ് ചോദിക്കുന്നതും നനയ്ക്കുന്നതും. ആത്മാവിനാൽ സ്പിരിറ്റ് ഡയറക്റ്റഡ് പ്രയർ വിൽ ഓൾവേസ് ഫോർ ദ വിൽ ഓഫ് ഗാഡ്. ആത്മനിറവിൽ, ആത്മനടത്തിപ്പിൽ ഉള്ള പ്രാർത്ഥന ദൈവഹിതത്തിനുള്ള പ്രാർത്ഥനയാണ്. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കണമേ. എനിക്ക് ഈ താല്പര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ആ താല്പര്യം നിന്റെ ഇഷ്ടത്തിന്റെ കീഴിൽ മാത്രം മതി എനിക്ക്.
പൗലോസ് ഇവിടെ പറയുന്നത് അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സകല കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ കുടുംബങ്ങളെ, ഭാര്യയും ഭർത്താവും ചേർന്ന കുടുംബങ്ങളെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. സകല കുടുംബം, ദ ഹോൾ ഫാമിലി ഓഫ് ഗോഡ്. സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരും ഭൂമിയിലുള്ള വിശുദ്ധന്മാരും, അതാ അവസ്ഥ. സകല കുടുംബം, മുഴു കുടുംബത്തിനും, സ്വർഗത്തിലും ഇപ്പോൾ ഈ ഭൂമിയിലുമുള്ള ഈ മുഴു കുടുംബത്തിൻ്റെയും പേര് ഡിറൈവ് ചെയ്യുന്നത് പിതാവിങ്കിൽ നിന്ന്. ആ പിതാവിന്റെ സന്നിധാനത്തിൽ ഞാൻ മുട്ടുകുത്തുന്നു. എന്നിട്ട് എന്താ പ്രാർത്ഥന? പ്രാർത്ഥനയുടെ വാചകങ്ങൾ നമ്മൾ കാണുന്നു. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ഒന്ന്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്ന്, നിങ്ങളുടെ ഇന്നർ മാൻ ശക്തിപ്പെടണം. പൗലോസ് പറയുക, എന്റെ പുറമേ ഉള്ളവൻ ക്ഷീണിക്കുക, പക്ഷെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അത് തന്നെയാ തന്റെ സുഹൃത്തുക്കളെ കുറിച്ചും താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അകമേ ഉള്ളവൻ ബലപ്പെടണം. പിന്നെ വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഒരു വഴിപോക്കനായി മാത്രം ഇരിക്കുന്ന അവസ്ഥ മാറിയിട്ട് യേശു എന്റെ കർത്താവായിട്ട് കർത്തൃത്വം നടത്തണം. അത് എന്നിൽ ഉണ്ടാകണം. അടുത്തത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുക. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. അടുത്ത വാക്യം, അടിസ്ഥാനപ്പെടണം. സ്തോത്രം. ഒരു മരം നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ കാരണം താഴോട്ട് വേരുപോയെങ്കിലേ നിൽക്കത്തുള്ളൂ. ഒരു കെട്ടിടം നിൽക്കണമെങ്കിൽ താഴേക്ക് അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദൈവജനത്തിന് ഒരു സീക്രട്ട് ഹിസ്റ്ററി ഉണ്ടാകണം. പുറമേ കാണാൻ കഴിയാത്ത ഒന്നകത്തോട്ട് വേണം. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. പിന്നെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. എന്ത്? ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം, ഉയരം, ഇതൊക്കെ നിങ്ങളൊന്ന് ഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇരിക്കുകയല്ലെന്നാ എഫെസോസുകാരോട് പറയുന്നത്. പൗലോസ് പറയുക, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, എനിക്കതൊരു ഗ്ലിംസ് കിട്ടിയിട്ടുണ്ട്, അതാ എന്നെ നിലനിർത്തുന്നത്. അതുപോലെ ആ വിശുദ്ധന്മാരും നിലനിൽക്കണം. പിന്നെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകണം എന്നും ഞാൻ ചോദിക്കുന്നു. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. എൻ്റെ പ്രിയരെ, നമ്മുടെ അവസ്ഥയ്ക്ക് ഉള്ളതാകുന്ന മാറ്റം ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവഹിതപ്രകാരം നമുക്ക് ദൈവമുഖം ഒന്ന് അന്വേഷിക്കാം. അങ്ങനെ ഹല്ലേലൂയ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവന്റെ പാദങ്ങളിൽ നമുക്ക് വീഴാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. പ്രത്യാശയോടെ അവന് വേണ്ടി ഒരുങ്ങാം. ദൈവം ഈ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ